ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പോൾ രാത്രി കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഫാൻസി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആൾ വീഡിയോ എടുക്കാൻ തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ പെരുന്നാക്കത്തെ ഡ്രസ്സ് ചെയ്യുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൂത്ത മൂത്തച്ഛൻ്റെ ഏട്ടത്തിൻ്റെ മോൻ്റെ കല്യാണം ചെയ്യുന്നു കേട്ടോ. അങ്ങനെ പിന്നെ രാത്രിയിലാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിട്ടായിരുന്നു പോയത്. നമ്മളും ഏട്ടൻ്റെ വൈഫും എല്ലാവരും കൂടിയിട്ട്. അപ്പം ഇക്കൊക്കെ ഷോപ്പിൽ നിന്ന് വന്നതിന് ശേഷം കേട്ടോ പോയത്. വൈകുന്നേരം ഒരു 7 മണിക്കാണ് കേട്ടോ നമ്മളെ വെഡ്ഡിങ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കാറിൽ പോവാണ്. പിന്നെ നമ്മൾ രണ്ടാമത്തെ ബ്രദറും വൈഫൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എത്തി നേരെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, കുറച്ചൊക്കെ കേട്ടോ എടുത്തിട്ടുള്ളൂ. അങ്ങനെ തന്നെ ആ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുൾ ലൈറ്റും സെറ്റിങ്സ് ഒക്കെ ആയിരുന്നു. പിന്നെ പെണ്ണിൻ്റെ ആൾക്കാർ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. 7 മണിക്കല്ലേ തുടങ്ങുള്ളൂ വിചാരിച്ചിട്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ അപ്പോഴത്തേക്ക് എത്തിയാൽ മതിയല്ലോ. അപ്പം ഇക്കൊക്കെ എത്താൻ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്താൻ ഒരു 7 ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ കല്യാണ ചെക്കൻ, മുച്ചുവിൻ്റെ ആണ് കല്യാണം. അപ്പം ഞാൻ ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആളെ. അങ്ങനെ തന്നെ ആ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ആയിരുന്നു. പിന്നെ കല്യാണപ്പെണ്ണ ഉള്ളിലാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ചെന്ന സമയത്ത് എല്ലാവരും ഫുഡ് കഴിക്കുന്നതിന് നല്ല തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മയും മുത്തച്ഛനും എല്ലാവരും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത്തെ ബ്രദറും മക്കളും വൈഫും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ താത്ത ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ റിന്യൂസും അടിപൊളിയായിട്ട് തന്നെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുറ്റിയൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ചു നേരം നമ്മൾ പുറത്തുനിന്ന് സംസാരിച്ചു. പിന്നെ ഞാൻ അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം കല്യാണപ്പെണ്ണ് ഉള്ളിലാണ് ഉള്ളത്. അപ്പം കല്യാണപ്പെണ്ണിനും കാണണം, പിന്നെ നമുക്ക് മണിയറും കാര്യങ്ങളൊക്കെ കാണണമല്ലോ. അങ്ങനെ പിന്നെ എന്താക്കി ഒന്ന് സംസാരിച്ചതിന് ശേഷം പിന്നെ നേരെ അകത്തേക്ക് പോവുകയാണ്. പിന്നെ ഞാൻ താത്താൻ്റെ തറവാട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് തറവാടാണ്. ഞാൻ ഇതിലേറ്റും ഇങ്ങോട്ട് വന്നിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ റൂമാണ് കേട്ടോ. ഇതാണ് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും റൂം. ഫുള്ളൊരു വൈറ്റ് തീമിൽ ചെയ്യുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വൈറ്റ് കളർ ചെയ്യുന്നു. അപ്പോൾ നല്ല രസം ചെയ്യുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ ഇരുന്നു. അപ്പം പെണ്ണ് റൂമിലില്ലായിരുന്നു കേട്ടോ. അവിടെ പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ വരില്ല. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ എന്താക്കി കുറച്ച് നേരം ഇവിടെ ഇരുന്നു. കാരണം ഫാനൊക്കെ ഇട്ടുകൊണ്ട് തന്നെ പുറത്ത് നിൽക്കുന്നതിനെക്കാട്ടും കൂടുതൽ ആശ്വാസം റൂമിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ. കാരണം ഭയങ്കര ചൂടായിരുന്നു. മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കല്യാണപ്പെണ്ണ്. പിന്നെ ആ ഡ്രസ്സൊക്കെ അടിപൊളി ചെയ്യുന്നു കേട്ടോ. ഒരു ഓറഞ്ച് കളർ ഡ്രസ്സൊക്കെ ആയിരുന്നു. പിന്നെ ഇയറിങ്സ് ഭയങ്കര ഹെവി ചെയ്യുന്നു കേട്ടോ. ആക്കന്നെ എന്നിട്ട് ചെവിവേദനയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര തൂങ്ങലൊക്കെ ആയിട്ടോ, നല്ല വെയിറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറേ നേരം അവളോട് സംസാരിച്ചു. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കാണാൻ വരികയാണ് കേട്ടോ. കല്യാണത്തിൻ്റെ അന്നത്തെന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയുക, ചൂടും പൊകിയായിരിക്കും. പിന്നെ നമ്മൾ ആ ഒരു 10 മണി വരെയെങ്കിലും നമ്മൾ ആ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നേ വേണം കേട്ടോ. കാരണം എല്ലാവരും വരികയും ചെയ്യും. പിന്നെ നമുക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ പെണ്ണിനോട് കുറേ ആൾക്കാർ വന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നെ ആസ് എ ബേബീനെയും പെണ്ണിനും എല്ലാവരും നമ്മൾ ബെഡിൽ ഇരുത്തി കുറച്ച് നേരം ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ചെറിയ കുട്ടികളാണ്, നമ്മൾ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി ഓരോതായിട്ട് ഉള്ള കളിയിലേക്ക് കളിച്ചോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഇറക്കിയിട്ടില്ലായിരുന്നു. പിന്നെ ഇച്ചു പിന്നെ ഇക്കാൻ്റെ ഒപ്പം ഉണ്ട്. പിന്നെ അവരെല്ലാവരും ഹാളിൽ വന്ന് ഇരിക്കുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കല്യാണത്തിന് എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോൾ നമ്മളെ വീഡിയോസ് നമ്മൾ എന്തായാലും എടുക്കണമല്ലോ. അങ്ങനെ ഞാൻ പുറത്തേക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് സീറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നിട്ടായിരുന്നു. പക്ഷെങ്കിൽ ഫുള്ളാണ് കേട്ടോ. ഓരോരുത്തരും നല്ല വെയിറ്റിങ്ങിലാണ് ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഏട്ടന് സീറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഒപ്പിച്ചേരാന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കഥയും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം പെണ്ണിനെ കാണാൻ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആക്കാണ് നല്ല ചൂടുമ്പൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫാൻ ഇട്ടുകൊണ്ട് കുറേയൊക്കെ ഇതുണ്ടായിരുന്നു. അപ്പം നമ്മൾ തന്നെ സാധാ ചുരിദാറിട്ട് നമുക്ക് തന്നെ ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസം മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. അങ്ങനെ തന്നെ പുറത്ത് വന്നു. ഇപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്ന് നിന്നേ പറ്റുള്ളൂ കേട്ടോ. കാരണം അകത്തിരുന്നാൽ ഫുഡ് കിട്ടില്ല, നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും പുറത്ത് വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ടേബിളിൻ്റെ അടുത്ത് പോയി നിന്നു കേട്ടോ. ഓരോരുത്തർ എണീക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിയാനായ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നമ്മളവിടെ നിന്നു കേട്ടോ. അല്ലേ പിന്നെ നമുക്ക് അപ്പോഴും സീറ്റ് കിട്ടൂല, കാരണം അത്രക്ക് തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആസ് എ ബേബി എന്തോ ഇതിൽ സെലിക്കാക്കാൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. സെലിക്കാക്ക ആളാരടുത്തും അങ്ങനെ പോകൂല കേട്ടോ. മെയിനായിട്ട് സെലിക്കാക്കാൻ്റെ അടുത്ത് തീരെ പോക്കില്ല. പിന്നെ ഇതെന്തോ തിരിഞ്ഞിട്ടായിട്ട് എടുത്തപ്പം ആൾ ജസ്റ്റ് ഒന്ന് ഇരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ടേബിളിൽ ഇരുന്നിട്ടുണ്ട്. പിന്നെ പൊന്നു ഇച്ചുവൊക്കെ കളിക്കാൻ കേട്ടോ. ഒരു ബൊക്കെയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു രണ്ടാളും ഫുൾ കളിയിലായിരുന്നു. നമ്മൾ ആ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇവൻറ്റ്സൊക്കെ റെഡിയാക്കിയില്ലേ, അപ്പം അതിൻ്റെ അവിടെ നിന്നിട്ടായിരുന്നു കേട്ടോ കളിക്കുന്നത്. അപ്പം ഈ റോസേൻ്റെ ഇതൊക്കെ ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയാണ്. പിന്നെ അവർ കളിക്കട്ടെ വിചാരിച്ചിട്ടോ. പിന്നെ നമ്മളിത് ആ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും കട്ട് വെയിറ്റിങ്ങിലാണ്. പിന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം, പെട്ടെന്ന് ഫുഡ് വന്നിട്ടുണ്ടെങ്കിൽ വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഇപ്പം കല്യാണം സൽക്കാരം ഒക്കെ കൂടി ഒരുമിച്ചിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പരിപാടിക്കൊക്കെ. പിന്നെ ഫുഡ് എന്ന് വെച്ചാൽ നമ്മളെ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, പിന്നെ അത് തന്നെ പൊറോട്ട, ചപ്പാത്തി അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിൽ നമുക്ക് അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബീഫ് ബിരിയാണീൻ്റെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായത് നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എന്താക്കി, ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം താത്താൻ്റെ തറവാടൊക്കെ ജസ്റ്റ് ഒന്ന് ഓടി ഒന്ന് കണ്ടു കേട്ടോ. കണ്ടതിന് ശേഷം ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. ഇന്നിപ്പം വിഷുവിൻ്റെ തലേ ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പടക്കം പൊട്ടിക്കുന്നതൊക്കെ തകൃത്തമായിട്ട് നടക്കുന്നുണ്ട്. നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ ഇനിയിപ്പം വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വിശേഷം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.